പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായ മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ നേതാവാണ് നരേന്ദ്രമോദി. ഏറെ പ്രവചിക്കപ്പെട്ട ഭരണ തുടർച്ച 2004-ൽ AB വാജ്പേയിക്ക് കൈമോശം വന്നപ്പോൾ 2 തവണ അത് സാധ്യമാക്കിയാണ് മോദി ചരിത്രത്തിലെ പ്രത്യേക അധ്യായമാകുന്നത്. സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് LK അദ്വാനി നടത്തിയ രഥയാത്ര. അന്ന് ആ തേരിലെ ഒരു കയ്യാൾ മാത്രമായിരുന്നു നരേന്ദ്രമോദി. 24 വർഷങ്ങൾക്കിപ്പുറം 2014-ൽ അതേ അദ്വാനിയെ മാറ്റി ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പിന്നെയും 10 വർഷത്തിനു ശേഷം തന്ത്രിമുഖ്യരും മഹന്തുമാരും വഴിമാറി. അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠ നടന്നത് രാജനീതിയുടെ ആ കൈകൾ കൊണ്ട്. ഹിന്ദു വിശ്വാസത്തിലെ ധർമ്മനീതിയെ രാജനീതി മറികടന്ന അത്യപൂർവ സന്ദർഭം. ഗുജറാത്തിലെ വഡനഗറിൽ നരേന്ദ്രമോദി ജനിക്കുമ്പോൾ ഇന്ത്യ സ്വതന്ത്രയായി 3 വർഷവും 1 മാസവും പിന്നിട്ടിരുന്നു. ജവഹർലാൽ നെഹ്റു 3ാം വട്ടവും പ്രധാനമന്ത്രിയായ 1962-ൽ വഡനഗറിലെ RSS ശാഖയിൽ മോദി ശിക്ഷണം തുടങ്ങിയതേയുണ്ടായിരുന്നുള്ളൂ. ഇന്ദിരാഗാന്ധി 2ാം വട്ടം പ്രധാനമന്ത്രിയായ 1970-ൽ മാത്രമാണ് 12കാരൻ മോദി മുഴുവൻ സമയ RSS പ്രവർത്തകനാകുന്നത്. RSSൽ നിന്ന് 1985-ൽ BJPയിലേക്ക്. അതുവരെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ലാത്ത നരേന്ദ്രമോദി 2001-ൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ മാറ്റിമറിച്ചതായിരുന്നു ആ സ്ഥാനാരോഹണം. അന്നു മുതൽ ഇന്നുവരെ ഭരണത്തലവനല്ലാതെ നിന്ന ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജീവിതത്തിൽ. 23 വർഷമായി മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയി തുടർന്ന മറ്റാരുമില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ. 1ാം മോദി സർക്കാർ കാലത്ത് നോട്ട് അസാധുവാക്കൽ, 2ാം മോദി സർക്കാർ കാലത്ത് ആർട്ടിക്കിൾ 370 CAA. ഓരോ പൗരനും ആ ചെങ്കോലിന്റെ ശേഷിയറിഞ്ഞ 10 വർഷമാണ് കടന്നുപോയത്. ചിലർക്കത് പ്രഹരമായി തോന്നി, മറ്റു ചിലർക്ക് അനുഗ്രഹം. ൽ 361 സീറ്റും നേടിയാണ് 1962-ൽ ജവഹർലാൽ നെഹ്റു 3ാം വട്ടം പ്രധാനമന്ത്രിയായത്. നരേന്ദ്രമോദിക്ക് മുന്നിൽ ഇപ്പോൾ ആദ്യ 2 ഘട്ടങ്ങളിലെ അപ്രമാദിത്വമില്ല. ഭരണപക്ഷത്തിനൊപ്പം തന്നെ ആൾബലമുള്ള പ്രതിപക്ഷത്തെയാണ് ഇനി നേരിടേണ്ടത്. ഈ ഞാണിന്മേൽ കളിയിൽ നരേന്ദ്രമോദി കാണിക്കുന്ന മെയ്വഴക്കമായിരിക്കും ഇനി BJPയുടെ ഭാവി തീരുമാനിക്കുക. ഇന്ത്യയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളിയുള്ള കാലമാണ് 73ാം വയസ്സിൽ നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.